പൈത്തൺ സീരീസിൽ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഫോർ എൽസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ കുറച്ച് മുൻപുള്ള സെക്ഷനിൽ നമ്മൾ ഈ ഫെൽസിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ഫെൽസ് വർക്ക് ചെയ്യുന്നത്. സോ അതേ അൽഗോരിതം തന്നെയാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്, പക്ഷേ സംതിങ് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഫോർ എൽസിൻ്റെ കേസിനകത്ത്. സോ നമുക്ക് ആദ്യമേ ഈ ഫെൽസ് എന്താണെന്നുള്ളത് നിങ്ങൾ റിമൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് ഈഫ് എൽസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഞാനിവിടെ A is equal to 1, B is equal to 2. അപ്പോൾ ഈ രീതി കൊടുത്ത് ഞാനിവിടെ ഈഫ് ലൂപ്പിനകത്ത് ചെക്ക് ചെയ്യുവാണ്. A ഈക്വൽ ടു B ആണോ ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് പ്രിൻറ്റ് ചെയ്യും A ഈക്വൽ ടു B എന്നുള്ള രീതിയിൽ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യാം. എൽസ് ആണെങ്കിൽ പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് A നോട്ട് ഈക്വൽ ടു B എന്നുള്ള രീതിയിൽ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കേസിനകത്ത് A സീക്വൽ ടു B ആണോ ചെക്ക് ചെയ്യും. എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ ഈ സീക്വൽ ടു 1 അല്ല, ആ കണ്ടീഷൻ ട്രൂ അല്ലാത്ത കേസിനകത്ത് എൽസിലേക്ക് പോയി ദെൻ ഇവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത് A നോട്ട് ഈക്വൽ ടു B എന്നുള്ള രീതിയിലേക്ക് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ആ രീതിയിലാണ് ഈഫ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഫോർ ലൂപ്പ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഫോർ ലൂപ്പ് നമ്മൾ ലിസ്റ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഇറ്ററേഷൻ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ A സീക്വൽ ടു നമ്മൾ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ 1 2 3 4 5 അങ്ങനെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഫോർ ലൂപ്പിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഫോർ എൽസിൻ്റെ കേസിനകത്ത് ആ ഒരു ലൂപ്പ് ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈഫ് ലൂപ്പ് അത് ഓക്കെ അല്ല എങ്കിൽ എൽസിലേക്ക് വർക്ക് ചെയ്യും. പക്ഷേ ഫോർ ലൂപ്പിൻ്റെ കേസിനകത്ത് അങ്ങനെയല്ല. ഈ ലിസ്റ്റിനകത്തുള്ള സീക്വൻസ് അല്ലെങ്കിൽ ഇറ്ററേഷൻ മെത്തേഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എൽസിലേക്ക് കിടക്കത്തുള്ളൂ. അതായത് ഫോർ ലൂപ്പ് ഫോഴ്സ്ഫുള്ളി ടെർമിനേറ്റ് ആവുമോ അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ വർക്ക് ആവാതെയോ വന്നിട്ടുണ്ടെങ്കിൽ ആ എൽസി ലൂപ്പിലേക്ക് കിടക്കത്തില്ല. ഇപ്പോൾ നമ്മൾ ഈ ലൂപ്പിൻ്റെ കേസിനകത്ത് അത് ഓക്കെ അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ ഓക്കെ അല്ല എങ്കിൽ അത് എൽസ് ലൂപ്പിലേക്ക് കിടന്നിട്ട് അവിടെയുള്ള കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്യും. പക്ഷേ ഫോർ ലൂപ്പിനകത്ത് നേരെ തിരിച്ചാണ്, അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കത്തില്ല. ആ ഫോർ ലൂപ്പ് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്താൽ മാത്രമാണ് എൽസ് ലൂപ്പിലേക്ക് കിടക്കത്തുള്ളൂ. സോ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർ ലൂപ്പിനകത്ത് ഐ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇൻ ഞാനിവിടെ ലിസ്റ്റ് എടുത്തിരിക്കുന്നത് എ എന്നതാണ്. സോ ഇതിനകത്ത് ചെക്ക് ചെയ്യുകയാണ് ഐ സീക്വൽ ടു ഇതിൻ്റെ ഉള്ളിൽ ഈഫ് ലൂപ്പിനകത്ത് ചെക്ക് ചെയ്യും. ഐ സീക്വൽ ടു 4 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ നമ്മളിവിടെ ബ്രേക്ക് യൂസ് ചെയ്യും. ദെൻ എൽസ് ആണെങ്കിൽ ഇവിടെ പ്രിൻറ്റ് നമുക്ക് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാൻ നേരം കുറച്ചുകൂടി മനസ്സിലാവും. ABCD എന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. സോ ഇവിടെ A ലിസ്റ്റിനകത്തുള്ളത് ഓരോന്ന് പ്രിൻ്റ് ആവും. ദെൻ 1 പ്രിൻ്റ് ആവും, 2 പ്രിൻ്റ് ആവും, 3 പ്രിൻ്റ് ആവും, 1 2 3 പ്രിൻ്റ് ആവും. 4ലേക്ക് വരുന്ന സമയത്ത് ഐയുടെ വാല്യൂ 4 ആയി. ദെൻ 4 ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ പ്രിൻറ്റ് ഫംഗ്ഷൻ കൊടുത്തിട്ടില്ല. പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് ഐ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ 3 വരെ പ്രിൻ്റ് ആവും. ദെൻ അടുത്തത് ഐയുടെ വാല്യൂ 4 ആണ്. സോ 4 ഐയുടെ വാല്യൂ ഇവിടെ 4 ആയി. 4 സീക്വൽ ടു 4 ആണോ ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ബ്രേക്ക് മീൻ എന്താണ്, ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവണം. അപ്പോൾ ഫോഴ്സ്ഫുള്ളി അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്യുകയാണ്. സോ ടെർമിനേറ്റ് ആകുമ്പോൾ എൽസിൻ്റെ ഉള്ളിലേക്ക് പോകത്തില്ല. എൽസും കഴിഞ്ഞിട്ട് അടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. അത് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം അവിടെ എൻഡ് ആവും. സോ ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ 4ന് പകരം ഇപ്പോൾ 7 ആണ് കൊടുത്തതെങ്കിൽ എങ്ങനെയായിരിക്കും, 5 വരെ 3 4 5 വരെ പ്രിൻ്റ് ആവും. വേറെ ലിസ്റ്റിനകത്തൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറത്തില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. ദെൻ എൽസ് ലൂപ്പിലേക്ക് കയറിയിട്ട് ABCD എന്നൂടെ പ്രിൻ്റ് ആവും. ABCD എന്ന് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പ്രിൻ്റ് ആവും. അപ്പോൾ ആ രീതിയിലാണ് ഫോർ എൽസ് വർക്കാവുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫോർ ലൂപ്പ് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ എൽസിലേക്ക് കയറത്തുള്ളൂ. അല്ലാതെ ഫോർ ലൂപ്പിൽ ഏതെങ്കിലും വർക്ക് ആവാതെ ഇരുന്നിട്ടാണ് എൽസിലേക്ക് കയറുമല്ല ചെയ്യുന്നത്. ഈഫ് ലൂപ്പിനകത്ത് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഈഫിൻ്റെ ഉള്ളിൽ വർക്ക് ആവാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൽസിലേക്ക് കയറും. പക്ഷേ ഫോർ ലൂപ്പിൽ നേരെ തിരിച്ചാണ്. ഫോർ ലൂപ്പ് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അത് എൽസിലേക്ക് കയറത്തുള്ളൂ. അത് ഫോഴ്സ്ഫുള്ളി ടെർമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവാതെ ഇരിക്കുകയോ ചെയ്യുവാണെങ്കിൽ അത് എൽസ് ലൂപ്പിലേക്ക് കയറത്തില്ല. ഓക്കെ, നമുക്കത് പ്രാക്ടിക്കലും ചെയ്ത് നോക്കാൻ നേരം കുറച്ചുകൂടി മനസ്സിലാവും. സോ ഞാൻ ഈ ഫോർ ലൂപ്പിൻ്റെ തന്നെ ഇത് എടുക്കുകയാണ്. ഞാനിവിടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് അത് എടുക്കുകയാണ്. സോ ഞാനിവിടെ ഫോർ ലൂപ്പ് ഐ ഇൻ ഞാൻ ആ നമ്പർ എന്ന് പറയുന്ന ലിസ്റ്റ് ഇവിടെ എടുക്കുകയാണ്. ദെൻ ഇവിടെ കോളിനിട്ട് കൊടുക്കാം. ദെൻ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് ഐ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. സോ നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ഓൾറെഡി നേരത്തെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കിനി ഈഫ് ലൂപ്പിനകത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഈഫ് ലൂപ്പ് കൊടുക്കാം. ഈഫ് ലൂപ്പിനകത്ത് ഐ ഈക്വൽ ടു 7 എന്നുള്ള രീതി കൊടുക്കാം. ദെൻ കോളിനിട്ടു. ദെൻ നമുക്കിവിടെ ബ്രേക്ക് കൊടുക്കാം. ഓക്കെ, ദെൻ എൽസ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് നമുക്ക് കൊടുക്കാം.
സോ ഈ രീതിയിൽ കംപ്ലീറ്റ്ലി എക്സിക്യൂട്ടഡ് എന്നുള്ള രീതിയിൽ കൊടുത്തു. ദെൻ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ 1 2 3 4 5 വരെയുള്ള ലിസ്റ്റിനകത്തുള്ള എല്ലാ വാല്യൂസും കൊടുത്തു. സീക്വൽ ടു 7 ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഫോർ ലൂപ്പും കൂടി എൽസ് ലൂപ്പും കൂടി വർക്ക് ചെയ്തു. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഫോർ ലൂപ്പ് കംപ്ലീറ്റ്ലി എക്സിക്യൂട്ടഡ് എന്ന് എൽസിനകത്ത് ഉള്ള പ്രിന്റ് ഫംഗ്ഷനകത്താണ് പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഞാനിവിടെ 7 പകരം ഒരു 4 കൊടുക്കുകയാണ്. സോ 4 കൊടുത്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ എൽസിനകത്തുള്ള കാര്യങ്ങൾ പ്രിന്റ് ആയിട്ട് വന്നിട്ടില്ല. 1 2 3 4 വരെ പ്രിന്റ് ചെയ്തു. സോ 4 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. സോ ബ്രേക്ക് വന്നുകൊണ്ട് തന്നെ എൽസ് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. സോ ഞാനിവിടെ എൽസ് കഴിഞ്ഞിട്ട് ഞാനൊരു പ്രിന്റ് ഫംഗ്ഷൻ കൊടുത്തു നോക്കാം. അതിൻ്റെ ഉള്ളിൽ സോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 വരെ പ്രിന്റ് ആവും. ദെൻ അതിനുശേഷം ഇത് അതിന് പുറത്തുള്ള പ്രിന്റ് ഫംഗ്ഷനാണ്. എൽസ് കഴിഞ്ഞിട്ട് ഉള്ളതല്ല, എൽസിൻ്റെ ഫോർ ലൂപ്പിൻ്റെ പുറത്തായിട്ടുള്ളതാണ്. സോ അതും കൂടി പ്രിന്റ് ആയതിനു ശേഷമാണ് പ്രോഗ്രാം റണ്ണിങ് കഴിയുന്നത്. സോ ഈ രീതിയിലാണ് ഫോർ എൽസ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർ ലൂപ്പ് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അത് ഔട്ട്പുട്ടിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതായത് ഫോർ ലൂപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് എൽസ് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറത്തുള്ളൂ. സോ അത് നിങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഐ മോഡുലസ് 2 സീക്വൽ ടു 0 ആണെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം. സോ നമുക്ക് ഔട്ട്പുട്ട് എന്താ നോക്കാം. സോ 1ഉം 2ഉം പ്രിന്റ് ചെയ്യും. ദെൻ 3 പ്രിന്റ് ആവത്തില്ല. സോ 3 പ്രിന്റ് ചെയ്യുമ്പോൾ 3 മോഡുലസ് 2 ചെയ്യുന്ന സമയത്ത് അവിടെ 0 വാല്യൂ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് എൽസിൻ്റെ ഉള്ളിൽ കയറത്തില്ല, ബ്രേക്ക് ആവും. ബ്രേക്ക് ആയിട്ട് എൽസിൻ്റെ ഉള്ളിൽ കയറാതെ പ്രിന്റ് ഫംഗ്ഷൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവിടെ 2ന് വരെ 6 കൊടുത്തിട്ടുണ്ടെങ്കിൽ സോ അന്നേരം എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. മോഡുലസ് 6 വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും സീറോസ് കിട്ടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ രീതിയിലാണ് 4 എൽസ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ ബൈ.